ദേ ഇതെല്ലാം ആരെങ്കിലും കൊണ്ട് അകത്തെടുത്ത് വെപ്പിക്കൂ. ഓ, ഞാൻ തന്നെ എടുത്തു വെച്ചേക്കാം. മോളെ, എന്താ ഡാഡി? നിനക്കെന്താ മോളെ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കേട്ടു. വളരെ പഴയ ചോദ്യം. എത്രയോ പേർ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഡാഡി തന്നെ എത്രയോ പ്രാവശ്യം. ഇപ്പോഴെനിക്കതിനൊരു മറുപടിയില്ല. ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ അലയുകയാണ്. കുറച്ചു മുമ്പ് ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. പാദസരം കിലുക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീ വരാന്തയിലൂടെ ഓടി നടക്കുന്നത്. നിന്റെ മുഖത്തു നിന്ന് ചിരി മാഞ്ഞു പോയിട്ട് എത്ര കാലമായി? ഡാഡി, എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞെങ്കിൽ. കരച്ചിലൊരു അനുഗ്രഹമായി തോന്നിത്തുടങ്ങി. ഗൗരി, ആ ടുബാക്കോ അങ്ങ് തന്നിട്ട് പോ. ഗൗരി, എന്റെ മോൾക്ക് എന്തോ സുഖമില്ലാത്തതുപോലെ. എന്താണെന്ന് ചോദിച്ചു. ചോദിച്ചു. അവൾക്കൊന്നുമില്ല. നീ കരഞ്ഞ് ബഹളമുണ്ടാക്കരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് വിളിച്ചോട്ടെ? പാടില്ല. എന്റെ ഭാര്യ ഒരു രോഗിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ വേലക്കാരിയായി നീ അവളെ പ്രസവിക്കേണ്ടി വന്നു. അവളുടെ അമ്മ നീയാണെന്നറിഞ്ഞാൽ എനിക്ക് എന്റെ മോള് നഷ്ടപ്പെടും. ഇല്ല, ഞാൻ അവളെ നിനക്ക് തരില്ല. ഗൗരി, ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും തരാം. എന്റെ മോളെ മാത്രം ചോദിക്കരുത്. നീ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവൂ. ഇല്ല, ഞാനെങ്ങും പോവില്ല. എന്റെ മോൾ ഒരിക്കലെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണം. അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഗൗരി, നീ അവളോട് നീയാണ് അവളുടെ അമ്മയെന്ന് പറഞ്ഞാൽ അന്ന് നിന്റെ ശവം ഈ പുഴയിൽ ഒഴുകും. ഗൗരി, എടീ ഗൗരി. കുറച്ച് ഐസ് കൊണ്ടുവരൂ. ഐസ് ഇല്ല, തീർന്നു പോയി. ഉണ്ടാക്കി വെക്കണമെന്ന് അറിഞ്ഞുകൂടെ? എവിടെന്നെങ്കിലും വാങ്ങിപ്പിക്കൂ. പറഞ്ഞത് കേട്ടില്ലേ? കുഞ്ഞ് എന്തിനാണിത് കുടിക്കുന്നത്? ഓഹോ, ഉപദേശിക്കാൻ വന്നതാണോ? ഡാഡി ഉപദേശം നിർത്തി. ഇപ്പൊ നീയായി. എന്നെ ഉപദേശിക്കാൻ നീ ആരാ? നീ എന്റെ അമ്മയാണോ? പോടി, പറയുന്നത് കേട്ടാ മതി. കുഞ്ഞിത് കുടിക്കരുത്. ഞാനിത് മുറ്റത്തൊഴിക്കും. തെറ്റായിപ്പോയി കുഞ്ഞെ. അല്ലെങ്കിൽ ഇവിടെ എന്താണ് ശരി? രാമുണ്ണിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എങ്കിൽ പോകാം.
അവൾ നിന്നെ തല്ലിയല്ലേ? എനിക്ക് വേദനിച്ചില്ല. രമണി, ഗൗരി ഗർഭിണിയാണ്. ഞാൻ അറിഞ്ഞു. കുറ്റം എന്റേതാണ്. പക്ഷെ ഈ തറവാടിനൊരു സൽപ്പേരുണ്ട്. എന്റെ അന്തസ് എനിക്ക് കാത്തു സൂക്ഷിക്കണം. കുട്ടിയെ നശിപ്പിക്കാൻ അവളോട് പറഞ്ഞു. അവൾ അനുസരിച്ചില്ല. ഇനിയിപ്പോ അതിനുള്ള സമയവും കഴിഞ്ഞു. ഗൗരി ഇവിടുത്തെ വേലക്കാരിയാണ്. എനിക്ക് അവളെ എന്റെ ഭാര്യയായിട്ടോ വെപ്പാട്ടിയായിട്ടോ സ്വീകരിക്കാൻ സാധ്യമല്ല. എത്ര പണമാണെങ്കിലും ചിലവാക്കാം. നീ അവളെയും കുട്ടി ഏതെങ്കിലും നാട്ടിലേക്ക് പോകണം. അവളോ അവളുടെ കുട്ടിയോ ഒരിക്കലും എന്നെ തിരക്കി തിരിച്ചു വരരുത്. അങ്ങനെ പറഞ്ഞത് കേട്ടാ മതി. നിനക്ക് നാളെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴൊരു വണ്ടിയുണ്ട്. ഞാൻ അതിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ എങ്ങോട്ട് പോവും? എങ്ങോട്ടെങ്കിലും പോകണം. നീ ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിന്റെ മുമ്പിൽ ഒരു വഴി കാണും. അതിന്റെ അവസാനത്തിൽ നീ ചെന്ന് എത്തുകയും ചെയ്യും. ഞാൻ നിന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഈ കുഞ്ഞിനെ കുറിച്ചാണ്. ഞങ്ങൾക്കാരുമില്ല. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി മരിക്കും. അത് നിനക്ക് കുറെ നേരത്തെ ആകാമായിരുന്നു. എങ്കിലിപ്പോ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ആ ബംഗ്ലാവിലേക്ക്. അവിടെയാണ് ഈ കുഞ്ഞ് വളരേണ്ടത്. വേണ്ട, ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. നിന്റെ കൂടെ ഈ കുഞ്ഞ് വളർന്നാൽ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് ചാകും. ഞാൻ ഇവളുടെ അച്ഛന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. അങ്ങനെ കുഞ്ഞിനെ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. എന്തിന്? തനിക്കിതിനെ കൊല്ലാമായിരുന്നില്ലേ? അതിന് നമുക്ക് അവകാശമില്ല. മരണത്തിന്റെ തീയതി നിശ്ചയിക്കേണ്ടത് ഈശ്വരനാണ്. ഗൗരിയോടെ? ഞാൻ പോരുമ്പോൾ ആസ്പത്രിയിലുണ്ട്. ഇപ്പൊ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഈ കുഞ്ഞിന്റെ മേൽവിലാസം അന്വേഷിച്ച് നാളെ അവൾ ഇവിടെ എത്തും. ഇല്ല, ഗൗരി വരില്ല. ഈ കുഞ്ഞിനെ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിവിടെ വളരും, വളർത്തും. ഇതിനെ ചൂണ്ടിക്കാട്ടി നാളെ ആളുകൾ ഈ തറവാടിനെ പരിഹസിക്കുന്നത് നിനക്ക് കേൾക്കണമല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ഇത് അങ്ങയുടെ കുഞ്ഞല്ല. ഏതോ ആസ്പത്രിയിൽ നിന്നോ അനാഥാലയത്തിൽ നിന്നോ ദത്തെടുത്തതാണ്. ഇവൾ വളരുമ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഈ തറവാട്ടിലെ സ്വത്തുക്കൾക്ക് ഒരു അവകാശി വേണ്ടേ? അങ്ങയുടെ ചോരയിൽ ജനിച്ച കുഞ്ഞു തന്നെ അവകാശിയാകുന്നതാണ് നല്ലത്. താനിതിനെ കൊണ്ടുപോകൂ. എനിക്കിതിനെ കാണണ്ട.
മതി, എനിക്ക് തൃപ്തിയായി. രാമുണ്ണി, നീ എന്തിനു വന്നു? എന്റെ കുഞ്ഞിനെ കാണാൻ. രാമുണ്ണി, കുഞ്ഞിനകത്തേക്ക് കൊണ്ടുപോ. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. വേണ്ട, കാണണ്ട. മൂന്ന് വർഷത്തിന് ശേഷവും നീ ഇങ്ങോട്ടുള്ള വഴി മറന്നില്ല. എങ്ങനെ മറക്കും? എന്റെ മോൾ ഇവിടെ ഇല്ലേ? നിനക്ക് വീണ്ടും കുട്ടികളുണ്ടായി. നീ അവരുമായി ജീവിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെയുള്ളവളല്ല. ഞാൻ കിടന്ന മുറിയുടെ വാതിൽ ഒരാൾക്ക് വേണ്ടിയേ തുറന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി. എന്റെ കിടക്ക ഒരാൾക്കേ പങ്കുവച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് മാത്രം. ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്കതിന് കഴിയില്ല. നീ ഇവിടുത്തെ വേലക്കാരിയായിരുന്നു. എനിക്ക് വില കൊടുത്ത് വാങ്ങാവുന്ന ഒരു സ്ത്രീ. നിങ്ങളുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും വേണ്ടിയല്ല ഞാൻ വന്നത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അവൾക്ക് അമ്മയില്ല. അവളുടെ അമ്മ മരിച്ചു പോയതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്നേ മരിക്കുമായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഗൗരി, നീ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അവളെയും കൊണ്ടേ ഞാൻ പോകും. നാളെ നിന്റെ ശവം ഈ കായൽ പുതിയാൽ തെളിവെടുക്കാൻ പോലും ആരും ഇങ്ങോട്ട് കയറി വരില്ല. എങ്കിൽ അതാണ് നല്ലത്. നിങ്ങളാണ് എന്റെ മോൾ എന്റെ അടുത്ത് എടുത്തോണ്ട് പോയത്. അവളെവിടെ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഗൗരി, എടീ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നോ അതോ എന്റെ വേലക്കാരെ കൊണ്ട് പിടിച്ച് പുറത്താക്കണം? നിങ്ങൾ എന്നെ എവിടെ കൊണ്ടാക്കിയാലും ഞാൻ തിരിച്ചു വരും. ഞാൻ ഈ ബംഗ്ലാവിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും എപ്പോഴും ഉണ്ടാവും. അവൾ എന്റെ മകളാണെന്ന് എല്ലാവരും അറിയണം. ഒരു കൊല ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. കൊല്ലേണ്ടത് നിന്നെയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നു. മരിക്കാൻ മടിയുണ്ടായിട്ടല്ല. എന്റെ മോൾ വളർന്നു വലുതാകുന്നത് എനിക്ക് കാണണം. എന്നെ ഒരു വേലക്കാരിയായിട്ടെങ്കിലും നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? എന്റെ മോളുടെ അമ്മ നീയാണെന്ന് പറയില്ലെങ്കിൽ? ഇല്ല, ഞാൻ അവളോട് പോലും അങ്ങനെ പറയില്ല. എങ്കിൽ ഇവരിവിടെ നിന്നോട്ടാങ്ങുന്നേ. കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണ്ടേ? ശരി. ഗൗരി, കരയുമോളെ. ഇവിടെ ഇങ്ങനെ ശബ്ദിക്കാനേ നമുക്ക് കഴിയൂ. ഇവിടെ അവകാശങ്ങളെ പറ്റി പറയാൻ, ശബ്ദിക്കാൻ ഒരാൾക്ക് ഈ അവകാശമുള്ളൂ, നമ്മുടെ യജമാന്. ഈ തറവാട്ടിൽ ഞാനൊരു സാക്ഷി മാത്രമാണ്. മുതലാളി വിവാഹിതനായി. ആ സ്ത്രീ ഒരു രോഗിയായിരുന്നു. അവർ മരിച്ചു. അതിനും ഞാനാണ് സാക്ഷി.
നീ ഗർഭിണിയായി. ആസ്പത്രിയിൽ വെച്ച് നീ പ്രസവിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു. അവൾ വളർന്നു വലുതായി. അവളിന്ന് നിന്റെ കരണക്കുറ്റിക്ക് അടിച്ചു. അതിനും ഞാനാണ് സാക്ഷി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാന് തെക്കോട്ടൊന്ന് പോയിരുന്നു. ഇപ്പോഴാ മടങ്ങിയെത്തിയത്. വാസു പെണ്ണ് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് തന്നെയാ പോയത്. എനിക്ക് കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളുകൾ സമ്മതിക്കണ്ടേ. എല്ലാവരും കൂടെ കൊണ്ടുപോയി നിർബന്ധിച്ച് പെണ്ണ് കാണിച്ചു. ആരൊക്കെ കൂടാ പെണ്ണ് കാണാൻ പോയത്? ഞാനും ഈ കല്യാണം ആലോചിക്കാൻ വന്ന ഒരാളും. പിന്നെ ഈ എല്ലാരും എന്ന് പറഞ്ഞത്? എല്ലാവരും എന്ന് പറഞ്ഞാൽ അയാളും ഞാനും, ഞാനും അയാളും, പിന്നെ അയാളും ഞാനും, അങ്ങനെ എല്ലാവരും. തനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഉം. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അയ്യോ അങ്ങനല്ലച്ചു, എനിക്കിഷ്ടപ്പെട്ടു. പെണ്ണ് ചായയായിട്ട് ദേ ഇങ്ങനെ വന്നു. അവള് ചായ അവിടെ വെച്ചു. എന്നിട്ട് ദേ ഇങ്ങനെ നിന്നു. ഞാന് ഒരുപാട് ലഗേജുള്ള കമ്പാർട്ട്മെന്റിലേക്ക് നോക്കുന്ന പോലെ അവിടെ മുഖത്തേക്ക് ദേ ഇങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് അവള് നാണിച്ച് കുരിഞ്ഞു പോയി അച്ചോ. അപ്പോഴത്തേക്ക് എന്റെ അച്ചോ, എന്റെ മനസ്സും അവിടെ മനസ്സും തമ്മിൽ കൊളുത്തി പിടിച്ചുപോയി. എനിക്ക് ആ പെണ്ണു മതി. നീ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ ചേച്ചി. വാസു പെണ്ണ് കണ്ട് കല്യാണവും ഉറപ്പിച്ചു. ചേച്ചി, ചേച്ചി നാളെ വരണം. കല്യാണത്തിന് തീയതി നിശ്ചയിക്കണ്ടേ? അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചേച്ചി ഇല്ലാതെ എങ്ങനാ? ഞാനിനി ആ വീട്ടിലേക്കില്ല. കണ്ടോ അച്ചോ, അച്ഛൻ ചേച്ചിയോടൊന്ന് പറ. ശാന്തമ്മേ, വാസു പറയുന്നതിലും കാര്യമുണ്ട്. വാസുവിന്റെ വിവാഹം കഴിയുന്നവരെങ്കിലും ശാന്തമ്മ വീട്ടിൽ പോയി നിൽക്കൂ. ഇല്ലച്ചോ, ആ വീട് ദുഃഖത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് എനിക്ക് തരുന്നത്. ആ വീട്ടുമുറ്റത്ത് വെച്ചാണ് എന്റെ കുട്ടികളുടെ അച്ഛനെ പാമ്പ് കടിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ശവം ചുടുകാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയത്. അത് കഴിഞ്ഞ് 9-ന്റെ അന്ന് കടത്തുവെള്ളം മുങ്ങി എന്റെ 3 കുട്ടികളും മരിച്ചു. എന്റെ കുഞ്ഞുങ്ങളുടെ ശവം ആ മുറ്റത്താണ് എടുത്ത് കിടത്തി ഏറി ചെന്നാൽ എന്റെ കൺമുമ്പിൽ കുഞ്ഞുങ്ങളുടെയും എന്റെ ഭർത്താവിന്റെയും ശവങ്ങൾ മാത്രമേ എന്റെ ഓർമ്മയിൽ വരൂ. ഞാനിനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല. ആ വേണുല്ലേ, അയാൾക്ക് എന്നോട് പ്രേമമാണെന്നാ തോന്നുന്നത്. തോന്നാനെന്താ, അത് സത്യമാണ്. ഷേളിയെ ആരും പ്രേമിച്ചു പോകും. ഷേളിയെ പ്രേമിക്കാൻ എത്രയോ പേർ. എനിക്ക് ഷേളി മാത്രം. അപ്പൊ ജെയിംസിനെ പ്രേമിക്കാൻ ഒരുപാട് പെൺകുട്ടികൾ വേണമല്ലേ? ഷേളി പഠിത്തം നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതെന്തിനാ? വേഗം ഷേളിയെ കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കാമല്ലോ. വേണ്ട വേണ്ട, കുടുംബമൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് മതി.